എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ആരെ എന്താന്നുള്ളതല്ല, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. ഞാൻ അതിന്റെ ഒരു വിക്ടിം ആണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറെ എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞു. ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട്. ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട്, അവിടെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്, മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ നിന്ന് പിടിച്ചു. അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ള ഒരാളാട്ടോ. അപ്പൊ ആള് പിടിച്ചപ്പോ എനിക്കിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാര്യരുടെ മോളായിട്ടായിരിക്കും. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. മാളവിക ഒന്നും അറിയണ്ട, അമ്മ അനിയത്തിന് പുറത്തിരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് മാളവിക ഒന്ന് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു. എന്റെ പൊന്ന് സാർ, നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം, അല്ലെങ്കിൽ പോലീസ്. ഞാൻ ഒന്നും നോക്കാതെ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട്. ഞാൻ ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഇഷ്ടം. ഇതൊരു അനുഭവ. ഇതേപോലെ എനിക്ക് 2-3 അനുഭവങ്ങൾ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.